ഹായ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് മെഡിറ്റേഷനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. അപ്പം മെഡിറ്റേഷൻ ഞങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയാണ് ഇത് ചെയ്യുന്നതിലൂടെ നമുക്ക് അഡ്വാൻറ്റേജസും പിന്നെ ഞങ്ങൾ റെഗുലറായിട്ട് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഇതൊരു ടെക്നിക്കാണ്. അതായത് ഞങ്ങളുടെ മൈൻഡ് കാം ചെയ്യാനും ടെൻഷൻ സ്ട്രെസ്സൊക്കെ ഒന്ന് കുറയ്ക്കാനും ഞങ്ങളുടെ ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാനും ഇത് ഹെൽപ്ഫുള്ളാണ്. പിന്നെ എപ്പോഴും ഞങ്ങളുടെ തോട്ട്സ് പിന്നെ ടെൻഷൻ റിലീസ് ചെയ്യാനും സ്ട്രെസ് റിലീസ് ചെയ്യാനും നെഗറ്റിവിറ്റിയൊക്കെ ഒന്ന് മാറിക്കിട്ടാനും ഇത് ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ എപ്പോഴും പോസിറ്റീവ് ആറ്റിറ്റ്യൂഡായിട്ട് ജീവിതത്തിൽ ഉണ്ടാവാൻ വേണ്ടി ഈ ടെക്നിക്ക് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഏത് ഏജുകാർക്കും ഇത് ചെയ്യാവുന്നതാണ്. അപ്പോൾ കറക്റ്റ് ഏജ് എന്ന് പറയുന്നത് കുട്ടികൾക്ക് 10 വയസ്സ് തൊട്ടിട്ട് തുടങ്ങാവുന്നതാണ്. ഇല്ലെങ്കിൽ ചിലവർക്ക് ഇറ്റ്സ് ടു ഏർലി എന്ന് തോന്നും, ചെറിയ കുട്ടികളായതുകൊണ്ട്. അപ്പോൾ ഒരു 12 വയസ്സ് തൊട്ടിട്ട് നമുക്ക് കുട്ടികളെ ഒന്ന് പറഞ്ഞു കൊടുക്കാവുന്നതാണ്. അപ്പോൾ എക്സസൈസും വേണമെങ്കിൽ അത് സ്കൂളിലൊക്കെ ചെയ്യാറുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ കുട്ടികൾ സ്പോർട്സ് ആക്ടിവിറ്റീസിൽ ഒരുപാട് കളിക്കുന്നുണ്ട്. അതായത് വോളിബോൾ ആവാം, ഫുട്ബോൾ ആവാം, കബഡി ആവാം, ഇങ്ങനെ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ മെഡിറ്റേഷൻ ടെക്നിക്ക് മാത്രം നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ട്. കുട്ടികൾക്ക് എങ്ങനെ ഹെൽപ്പ് ചെയ്യുമെന്ന് വെച്ചാൽ അവരുടെ ഒരു മെമ്മറി പവർ ഒരുപാട് കൂടും. പിന്നെ സ്റ്റഡീസ് ആയതുകൊണ്ട്, അതായത് ഇപ്പോൾ കുട്ടികളൊക്കെ ഒരു ജോലിയിലെത്തുന്നതുകൊണ്ട് ആൺകുട്ടികളായാലും ശരി പെൺകുട്ടികളായാലും ശരി 21 വയസ്സ് ഇല്ലെങ്കിൽ 23 വയസ്സാകുമ്പോഴത്തേക്ക് നമ്മൾ ജോലി ചെയ്യേണ്ടി വരുന്നുണ്ട് ഈ കാലഘട്ടത്തിൽ, ഈ ലൈഫ് സ്റ്റൈൽ നോക്കുമ്പോൾ. അപ്പോൾ അത് റെഗുലറായി അത് അത്ര വർഷത്തോളം നന്നായി പഠിക്കാനും നല്ല പോസിറ്റീവായി ചിന്തിക്കാനും പിന്നെ എപ്പോഴും ആക്റ്റീവായിട്ട് ഇരിക്കാനും ഈ ടെക്നിക്ക് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ മെയിൻലി എന്ന് പറയാൻ കുട്ടികളിൽ എപ്പോഴും ഹൈ മാർക്സ് എടുക്കാൻ, നല്ല കോൺസെൻട്രേഷനായിട്ട് എക്സാമൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ ഓർത്തെടുത്ത് ആൻസറൊക്കെ എഴുതാൻ ഈ ടെക്നിക്സിലൂടെ നമുക്ക് സഹായിക്കുന്നതാണ്. അപ്പം കുട്ടികൾക്ക് എപ്പോഴും ഈ ഹയർ സ്റ്റഡീസ് ആവാം, അതായത് ഹൈസ്കൂളിൽ ഉള്ള സ്റ്റുഡൻസ് ഇല്ലെങ്കിൽ ഹയർ പ്രൈമറിയിലുള്ളവർ, അങ്ങനെ ഉള്ളവർക്കൊക്കെ ഇത് ഹെൽപ്ഫുള്ളാണ്. ഈ ടെക്നിക്ക് ഒരു 5-10 മിനിറ്റോളം ഡെയിലി ഒന്ന് സ്പെൻഡ് ചെയ്താൽ തന്നെ അത് ശീലമാക്കുക കുട്ടികളാവുമ്പോൾ. അപ്പോൾ സ്റ്റഡീസിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനും ഞങ്ങൾ എന്താ പഠിച്ചിരിക്കുന്നതെന്ന് പറയുന്നത് ഓർത്തിട്ട് എഴുതിയെടുക്കുന്നതും സഹായിക്കുന്നതാണ്. അപ്പോൾ നന്നായി പോസിറ്റീവായിട്ട് ഇരിക്കുക. പോസിറ്റീവായിട്ടുള്ള ചിന്ത അപ്പോൾ തന്നെ നമുക്ക് കുട്ടികളിലൊന്ന് ശ്രദ്ധിച്ച് ഒന്ന് ഒരു ഹാബിറ്റ് കൾട്ടിവേറ്റ് ചെയ്യുമ്പോൾ തന്നെ കുട്ടികൾക്ക് ഒരുപാട് ഹെൽപ്ഫുള്ളാണ് സ്റ്റഡീസിൻ്റെ കാര്യത്തിൽ. പിന്നെ എനർജറ്റിക് ആയിട്ടുണ്ടാവും കുട്ടികൾ എപ്പോഴും. പിന്നെ ഈ ലോൺലിനെസ് ഉണ്ടാവില്ല, ബോർഡം എന്ന് പറയില്ല, അങ്ങനത്തെ ഒരു അവസ്ഥ ഒന്നും ഉണ്ടാവാറില്ല. പിന്നെ നെഗറ്റിവിറ്റി ഒന്നും വരാതെ ഇരിക്കും. അപ്പോൾ കുട്ടികളെന്ന് പറയുമ്പോൾ പഠിക്കുന്ന ഏജ് ആയതുകൊണ്ട് എപ്പോഴും ഒരു എൻഗേജ്ഡായിട്ട് തന്നെ ഇരിക്കുന്നതാണ്. എൻഗേജ്ഡ് ആയിട്ടുള്ള എൻവിറോൺമെൻറ്റിൽ തന്നെ ആണ് അവർ കുറച്ച് വർഷത്തേക്ക് ഉണ്ടാവുക. അപ്പോൾ പേരൻസായിട്ട് നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യണം. പിന്നെ എന്ന് പറയുന്നത് നമ്മൾ മിഡിൽ ഏജ് എത്തുമ്പോൾ ഇല്ലെങ്കിൽ യങ് ഏജ്, അതായത് 20s തന്നെ നമുക്കതൊരു ഡെയിലി റുട്ടീനായിട്ട് ഫോളോ ചെയ്യുമ്പോൾ
ഇത് ഹെൽപ്ഫുള്ളാണ്. ഇപ്പോൾ എന്നെ നോക്കുമ്പോൾ ഞാനൊക്കെ മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങിയത് 12th സ്റ്റാൻഡേർഡ് തൊട്ടിട്ടാണ്. അപ്പോൾ ഒരുപാട് കാര്യത്തിൽ ഇത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എനിക്ക്. പിന്നെ ഇത് ലോൺലിനെസ് കൺട്രോൾ ചെയ്യാനും പിന്നെ നെഗറ്റിവിറ്റിയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനും എൻ്റെ ഇമോഷൻസ്, അതായത് ഞാൻ ഒരുപാട് ഷോർട്ട് ടെമ്പേർഡ് എന്ന് തന്നെ പറയാം. അപ്പോൾ എൻ്റെ ആ ഒരു ഷോർട്ട് ടെമ്പർ, സ്ട്രെസ്സൊക്കെ ഒന്ന് കുറയ്ക്കാൻ ഇത് മെഡിറ്റേഷൻ ടെക്നിക്ക് എനിക്ക് ഹെൽപ്പായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 20s തന്നെ ശീലിച്ച് തുടങ്ങാവുന്നതാണ്. പിന്നെ റെഗുലറായി മിഡിൽ ഏജ് ആവുന്നതോറും, പിന്നെ ഓൾഡ് ഏജ് എന്ന് പറയുമ്പോൾ ഒരു 50-55 വരെ ഈ ഒരു ടെക്നിക്ക് എപ്പോഴും നമുക്ക് ശീലിക്കാവുന്നതാണ്. പിന്നെ അതർ ടെക്നിക്സ്, അതായത് കാമിങ് മൈൻഡ്, പോസിറ്റീവായിട്ട് ഇരിക്കാൻ സഹായിക്കുന്നതെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബുക്സ് വായിക്കുക. അതായത് ചിലർക്ക് പോയംസ് ഇഷ്ടപ്പെടും, ചിലർക്ക് ഈ ഫിക്ഷൻ സ്റ്റോറീസ് ഇങ്ങനെയൊക്കെ ഉള്ളത് ഇഷ്ടപ്പെടും, ചിലർക്ക് ലവ് സ്റ്റോറീസ് ഇഷ്ടപ്പെടാം, ഇങ്ങനെ ചില ബുക്സ് നോവൽസ് ഇഷ്ടപ്പെടാം, ഇങ്ങനെ സ്റ്റോറി ബുക്സ് ഇഷ്ടപ്പെടാം. അപ്പോൾ ഇങ്ങനത്തെ ഒരു ബുക്സ് വായിക്കുമ്പോൾ റീഡിങ് ഹാബിറ്റ് ഉള്ളപ്പോൾ തന്നെ ഞങ്ങളുടെ മൈൻഡ് ഒന്ന് ഓക്യുപ്പൈഡ് ആയിട്ടിരിക്കും. അപ്പോൾ ഹെൽത്തി ആയിട്ട്, പിന്നെ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പോസിറ്റിവിറ്റി ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുന്നതാണ് ഈ റീഡിങ് ഹാബിറ്റിലൂടെ. പിന്നെ ചിലർക്ക് റൈറ്റിംഗ് ഹാബിറ്റ് ഇഷ്ടമാണെങ്കിൽ, അതായത് വെറുതെ ഈ ജേർണലിംഗ് വെറുതെ ഡയറി പോലെ എഴുതലാവാം, ഇല്ലെങ്കിൽ ഷോർട്ട് സ്റ്റോറീസ് എഴുതും. പിന്നെ വെറുതെ ചിലർ ഒരു 10 ലൈനോളം വെറുതെ എഴുതി വയ്ക്കും, അങ്ങനെ ശീലമാവാം. അപ്പോൾ ഇങ്ങനത്തെ ഒരു റൈറ്റിംഗ് സ്കിൽസും ഞങ്ങളുടെ ഒരു എനർജി, അതായത് സെയിം ലെവലിൽ ഞങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നെഗറ്റിവിറ്റി എന്നൊരു ആ പില്ലർ അതൊന്ന് ഉടച്ചെടുക്കാൻ ഞങ്ങൾക്കിത് സഹായിക്കുന്നതാണ്. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു വീഡിയോയിലൂടെ, അതായത് ഏത് ഏജായാലും ഒരു സർട്ടൻ എക്സ്റ്റെൻറ്റ് വരെ ഞങ്ങൾ പോസിറ്റീവായിട്ട് ഇരിക്കുക ലൈഫിൽ, പിന്നെ പോസിറ്റീവായി ചിന്തിക്കുക. ഞങ്ങളുടെ ഗോൾസ് എന്താണ്, ഞങ്ങൾ എന്താണ് ഇനി ചെയ്യാനുള്ളത് എപ്പോഴും ചിന്തിക്കണം, ആലോചിക്കുക ഒരുപാട്. പിന്നെ നെഗറ്റീവായിട്ടുള്ള ഫ്രണ്ട്സ് അവരെയൊക്കെ ഒന്ന് ഒഴിവാക്കുക. നെഗറ്റീവായിട്ടുള്ള ബാധിക്കപ്പെടുന്നവർ എപ്പോഴും നന്നാവാനും സമ്മതിക്കില്ല, അതാണത്. അപ്പോൾ നെഗറ്റീവായിട്ട്, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും നെഗറ്റീവായിട്ടുള്ള ചില പോയിൻറ്റ്സ് നിന്നെ കൊണ്ടാവില്ല, ഇങ്ങനെ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ സ്ലോലി സൈലൻ്റായിട്ട് അവരെ ഒഴിവാക്കുന്നതാണ്, ജീവിതത്തിൽ നിന്ന് തന്നെ ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. എത്രയേറെ അവരിൽ നിന്ന് ദൂരെ ആയിട്ടിരിക്കുകയോ അത്രയൊക്കെ ഞങ്ങളുടെ മേലെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. ഞങ്ങളെക്കുറിച്ച് ചിന്തിക്കുക, സെൽഫ് ലവ്, അതായത് സെൽഫ് കെയർ ടെക്നിക്സ്. പിന്നെ മീ ടൈം എന്ന് പറയില്ല, ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഓക്യുപ്പൈഡായിട്ട് ഇരിക്കാനാണ് ഇഷ്ടപ്പെടുക. അപ്പോൾ ഈ ടെക്നിക്സൊക്കെ നമ്മളൊന്ന് സെർച്ച് ചെയ്ത് അതും ഇംപ്രൂവൈസ് ചെയ്യാൻ നോക്കുക. എപ്പോഴും ഞങ്ങളുടെ സ്കിൽസ് വളർത്തിയെടുക്കാൻ നോക്കുക, ന്യൂ സ്കിൽസ് പഠിക്കുക ഡേ ബൈ ഡേ. മെഹന്തി ആവാം, ഇല്ലെങ്കിൽ ഡ്രോയിങ് ആവാം, ഇല്ലെങ്കിൽ സൈക്കിൾ പഠിച്ചു എന്നാവാം, ഇല്ലെങ്കിൽ സൈക്ലിസ്റ്റ് എന്ന് പറയില്ല, അങ്ങനെ ചില ഹോബികൾ, ഇല്ലെങ്കിൽ ലോങ് ഡ്രൈവ് ചിലവർക്ക് പോകാൻ ഇഷ്ടപ്പെടുമായിരിക്കും. ഔട്ട് ഓഫ് സിറ്റി ആവാം, ഇല്ലെങ്കിൽ ഔട്ട് ഓഫ് സ്റ്റേറ്റ് ആവാം, അങ്ങനെ ലോങ് ആയിട്ട് സൈക്ലിംഗ് പോകുന്നവരുണ്ടാവും. ഇങ്ങനെയൊക്കെ ചില ഹോബീസ്, അതൊക്കെ ഒന്ന് ഉൾപ്പെടുത്തി ട്രൈ ചെയ്യാൻ നോക്കുക. ഇങ്ങനെ ഒരു എക്സാമ്പിളാണ് പറയുന്നത് ന്യൂ സ്കിൽസിനെ കുറിച്ച്. പിന്നെ കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്യാം. പിന്നെ ഇംഗ്ലീഷോ ഇല്ലെങ്കിൽ നോർമൽ ലോക്കൽ ലാംഗ്വേജ്, അതായത്
മലയാളമാവാം, കന്നഡ ആവാം, തമിഴാവാം, ഇനി ചില ലാംഗ്വേജസ്, പുതിയ പുതിയ ലാംഗ്വേജസ്, ഹിന്ദി ആവാം, ഗുജറാത്തി ആവാം, ബംഗാളി ആവാം, ഈ ഏത് ലാംഗ്വേജ് ആയാലും, ഫ്രഞ്ച് ആവാം, ഫോറിൻ ലാംഗ്വേജസ് ചിലത്, ഇറ്റാലി ആവാം, അങ്ങനെ ചില ലാംഗ്വേജസ്, ന്യൂ സ്കിൽസ് പഠിക്കുന്നതിലൂടെ ഞങ്ങളുടെ മൈൻഡ് ബ്രോഡായിട്ട് വളരും. പിന്നെ ഞങ്ങളുടെ നോളജ് എന്ന് പറയുന്നത് വാസ്റ്റായിട്ട് വളരും. അപ്പോൾ ഞങ്ങൾക്കൊരു ഇന്നർ കോൺഫിഡൻസ്, ഇന്നർ സ്ട്രെങ്ത്ത് ഈ നോളജ് ഓക്യുപ്പൈ ചെയ്യുന്നതിലൂടെ ഞങ്ങൾക്ക് നന്നായിട്ട് ഇരിക്കാൻ പറ്റും ലൈഫിൽ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ജാപ്പനീസും ചൈനീസും ഒക്കെ അറിയാമല്ലോ. പോപ്പുലേഷൻ ഓഫ് ജാപ്പാനിൽ ഇല്ലെങ്കിൽ ചൈനയിലൊക്കെ ലോങ് ലീവായിട്ടിരിക്കും. അവർ എന്തിനാണ് അങ്ങനെ ഇരിക്കുന്നതെന്ന് വെച്ചാൽ എപ്പോഴും ഓക്യുപ്പൈഡ് ആയിട്ടിരിക്കും. അതായത് ജോലി സ്ഥലത്താവാം, വീട്ടിലും ആവാം. വീട്ടമ്മമാർ എപ്പോഴും കണ്ടിന്യൂ ആയിട്ട് ജോലി ചെയ്തുകൊണ്ടേയിരിക്കും, ഒന്നല്ല ഒന്ന്. പിന്നെ ഞങ്ങളുടെ ഇന്ത്യൻ കൾച്ചറിൽ നോക്കുമ്പോൾ ഞങ്ങളുടെ ഗ്രാൻഡ് മദേഴ്സ് ആവാം, അവരുടെ ഗ്രേറ്റ് ഗ്രാൻഡ് മദേഴ്സും ആവാം. അങ്ങനെ വീട്ടുപണി ചെയ്തുകൊണ്ടിരിക്കുക, അങ്ങനെ ഓക്യുപ്പൈഡ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ അവരെപ്പോഴും പോസിറ്റീവായിട്ട് തന്നെ ഉണ്ടാവുമായിരുന്നു. അതായത് പേരക്കുട്ടികൾക്കൊക്കെ സ്റ്റോറി പറഞ്ഞു കൊടുക്കുക, പിന്നെ കഥകൾ പറഞ്ഞു കൊടുക്കുക ഉറങ്ങുമ്പോൾ. പിന്നെ വെളിയിലിങ്ങനെ വെറുതെ ഒന്ന് ചുറ്റി വരിക, കളിക്കുക, ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നതിലൂടെ നമുക്ക് പോസിറ്റീവായിട്ട് ഇരിക്കാൻ പറ്റും. പിന്നെ എപ്പോഴും തോട്ട്സ് നന്നായി വെക്കാൻ നോക്കുക. പിന്നെ വീടും പരിസരവും എപ്പോഴും പോസിറ്റീവ് വൈബ്സായിട്ട് സൂക്ഷിക്കാൻ നോക്കുക. അപ്പോൾ ഞങ്ങളുടെ തോട്ട്സ് നന്നായി വളരാനും ഇത് ഹെൽപ്ഫുള്ളാണ്. പിന്നെ എന്ന് പറയുന്നത് മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ ഡെയിലി ഇത് ചെയ്യുമ്പോൾ റെഗുലറായിട്ട് ബ്രീതിങ് എക്സസൈസ് നന്നാവും, ബ്രീതിങ് റേറ്റ് കൂടും അതിൻ്റെ. പിന്നെ ലങ്സിന് അത് നല്ലതാണ്. പിന്നെ ഇൻറ്റർണൽ ഓർഗൻസ്, ഹാർട്ടിന് നല്ലതാണ്. ലിവറിൽ വേണ്ടാത്ത ഫാറ്റ്സൊക്കെ ഒന്ന് ഒരു ഡിസോൾവ് ആവാൻ ഇത് ഹെൽപ്ഫുള്ളാണ്. പിന്നെ ഡൈജഷൻ സിസ്റ്റം, അങ്ങനെ എല്ലാം തന്നെ തലച്ചോറിനും, അതായത് ബ്രെയിൻ ഡെവലപ്മെൻറ്റിന്, ബ്രെയിൻ ഫങ്ഷന് നല്ലതാണ്. അപ്പോൾ പോസിറ്റീവായിട്ട് ഞങ്ങളിങ്ങനെ ഇൻഹെയിൽ ചെയ്ത് എക്സെയിൽ ചെയ്യുമ്പോൾ പ്രാണായാമം എന്ന് പറയുമല്ലോ, അപ്പോൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു നെർവ് സിസ്റ്റം ആക്ടിവേറ്റ് ആവും. അപ്പോൾ നന്നായി വർക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ പോസിറ്റീവായിട്ട് ഞങ്ങൾ വീട്ടിൽ ജോലി ചെയ്യാം. പിന്നെ ഞങ്ങളെ തന്നെ സഹായിച്ച് മുന്നേറാൻ പറ്റും. അതായത് പോസിറ്റീവായിട്ട് ഇനി എന്തൊക്കെയാണ് ഞാൻ നോക്കേണ്ടത്, ലൈഫിൽ ഒരുപാടുണ്ട്, ഒരു മൗണ്ടെയിൻ എത്ര ഉണ്ട് പഠിക്കാനും പുതിയ അറിവുകളൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ വേൾഡ് എന്ന് പറയുന്നത് ഒരുപാട് വലുതാണ്. എത്ര ആസ്പെക്ട്സ് വേണമെങ്കിലും നമുക്ക് പഠിച്ചെടുക്കാവുന്നതാണ്. ദർ ഈസ് നോ ബൗണ്ടറി ഫോർ യുവർ നോളജ്. ഗെയിൻ ചെയ്തുകൊണ്ടേ ഇരിക്കുക. കേട്ടിട്ടില്ലേ, ലേണിംഗ് ഈസ് എ ലൈഫ് ലോങ് പ്രോസസ്സ്. അപ്പോൾ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് അത് ലേൺ ചെയ്യാവുന്ന ഓപ്പർച്യൂണിറ്റി നമുക്ക് തന്നിട്ടുണ്ട് ദൈവം. അത് നല്ല രീതിയിലൂടെ ഉപയോഗിക്കുക. അപ്പം നെഗറ്റീവായിട്ടുള്ള പീപ്പിൾ, നെഗറ്റീവായിട്ടുള്ള ആസ്പെക്ട്സ്, തോട്ട്സ്, എന്ത് വേണമെങ്കിലും നെഗറ്റീവ് സംഭവിച്ചാലും പോസിറ്റീവായിട്ട് ഓവർകം ചെയ്യാൻ പഠിക്കേണ്ടതാണ്. അപ്പോൾ നെഗറ്റീവായിട്ട് പീപ്പിൾ നമ്മളെ അപ്രോച്ച് ചെയ്യുമ്പോൾ അവരെ ഒന്ന് സൈലൻ്റായി എങ്ങനെ മാറ്റി നിർത്താമെന്നതും നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ അവരെ ദൂരെ ആക്കുക. പിന്നെ ഞങ്ങളുടെ വഴി ഞങ്ങൾ ക്ലിയറാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ലൈഫ് ലോങ് ആണ് ഇത്, ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ വൺസ് ഓൾഡ്
ഇരുന്നാലും നമുക്ക് ബ്രെയിൻ ആക്റ്റീവായിട്ട് എടുക്കാൻ പറ്റുന്നതാണ്. വേണ്ടാത്ത ഈ ഒരു ഹോബീസ്, അതായത് വായിക്കാവുന്നതാവാം, പിന്നെ ഇങ്ങനെ നിറ്റിങ് ആവാം, അങ്ങനെ ചില കുക്കിംഗ് ആവാം, അങ്ങനെ ചില എക്സാമ്പിൾസാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് അത് നമ്മൾക്ക് പോസിറ്റീവായിട്ട് വെക്കാനും പിന്നെ ജീവിതത്തിൽ നല്ല നല്ല പോസിറ്റീവ് തിങ്സ് വരാനും ഇത് സഹായിക്കും. അപ്പോൾ ഡെയിലി ഈ ടെക്നിക്ക് പ്രാക്ടീസ് ചെയ്യുക, ആരോഗ്യത്തോടെ വയ്ക്കുക. എപ്പോഴും ലൈഫ് നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാനും ഞങ്ങൾക്ക് ജീവിക്കാനൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എപ്പോഴും വയ്ക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ. പിന്നെ പറയാനുള്ളത്, ദയവായിട്ട് എല്ലാ വീഡിയോസും കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോസ് കണ്ടിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഈ ചാനൽ. നിങ്ങളുടെ സപ്പോർട്ടിലൂടെ എനിക്ക് ഈ ഒരു ചാനൽ നന്നായി മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.